നമസ്കാരം. അങ്ങനെ ഇന്ന് രാവിലെ 6 മണിക്ക് നമ്മളെല്ലാവരും വളരെ ആവേശത്തോടെ കാത്തിരുന്ന, മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ വളരെ ആവേശത്തോടെ കാത്തിരുന്ന എമ്പുരാൻ ആദ്യത്തെ ഷോ കഴിഞ്ഞിരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ ഇതിനകം പുറത്ത് വന്നിട്ടുണ്ട്. മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ ഒരു സിനിമയെക്കുറിച്ച് അതിൻ്റെ അണിയറ ശില്പികൾ ഇത്രയേറെ ഒരു പ്രൊമോഷൻ മലയാളത്തിൽ നിന്നേ മാറി. കാരണം ഇത് ആഗോള തലത്തിൽ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലുമൊക്കെ റിലീസ് ചെയ്യുന്നതായതുകൊണ്ട് മലയാളത്തിലെ പ്രൊമോഷൻ ഇല്ലായിരുന്നു. മോഹൻലാലും പൃഥ്വിരാജും നിർമ്മാതാക്കളും ഒക്കെ ഇരുന്ന് ഇംഗ്ലീഷിലും മറ്റ് ഇതര ഭാഷകളിലുമായിരുന്നു പ്രൊമോഷൻ. മലയാളത്തിലൊരു പ്രൊമോഷൻ കാണാൻ തന്നെ നമുക്ക് കൊതിച്ചു പോയി. എമ്പുരാനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ലൂസിഫറെ കുറിച്ചായിരുന്നു പറയേണ്ടിയിരുന്നത്. ലൂസിഫർ ഉണ്ടാക്കിയ ഒരു ട്രെൻഡ് സെക്ടർ നമുക്കറിയാം. ലൂസിഫർ മോഹൻലാലിൻ്റെ പൃഥ്വിരാജിൻ്റെ സംവിധാനം എന്ന സിനിമയ്ക്കപ്പുറം ഒരു നല്ല പൊളിറ്റിക്സ് പറഞ്ഞ ചിത്രമായിരുന്നു. ഇന്നിപ്പോൾ കാണുന്ന നമ്മുടെ നാട്, നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ലഹരി എന്ന വിപത്തിനെതിരെ ഒരു വലിയ മുന്നറിയിപ്പ് ആ സിനിമയിൽ മുരളി ഗോപി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മയക്കുമരുന്ന്, രാജ്യാന്തര മയക്കുമരുന്ന് ലോബികൾ നമ്മുടെ എല്ലാ രാജ്യങ്ങളിലും എന്നപോലെ നമ്മുടെ രാജ്യത്തും പ്രാദേശിക ഭരണകൂടങ്ങളെ, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെ അവർ ഫണ്ടിങ് നടത്തി സ്വാധീനിക്കുന്നതിൻ്റെ അപകടം, തന്മൂലം ചെറുപ്പക്കാരുടെ ഞരമ്പുകളിലൂടെ അതൊഴുകി ഒരു രാജ്യം തന്നെ താറുമാറാകുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് മുരളി ഗോപി ലൂസിഫറിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. പിന്നെ ലൂസിഫറിലെ ഒരു കഥാപശ്ചാത്തലവും അതിലെ മുഹൂർത്തങ്ങളും ഒക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. സിനിമയുടെ വിജയം, സിനിമയുടെ അഭിപ്രായത്തെക്കുറിച്ച് അല്ലെ സിനിമയുടെ റിവ്യൂ പറയുമ്പോൾ, മുൻകാലങ്ങളിൽ നമുക്ക് ഒരു സിനിമയുടെ ഇഷ്ടം അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരുന്നു. ഓരോരുത്തരും കണ്ട് വിലയിരുത്തി അങ്ങനെയായിരുന്നു എൻ്റെ അഭിപ്രായങ്ങൾ പോകുന്നത്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല, നമ്മൾ റിവ്യൂ നോക്കിയാണ് സിനിമയ്ക്ക് കയറുന്നത്. ലൂസിഫറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എമ്പുരാൻ നിരാശയാണ് ഉണ്ടാക്കിയത്. കാരണം മോഹൻലാലിൻ്റെ ആക്ഷൻ സിനിമകൾ, മോഹൻലാലിലെ നല്ല നടനെയും നല്ല സ്വഭാവ നടനെയും നല്ല തമാശക്കാരനായ നടനെയും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. അതേസമയം മോഹൻലാലിൻ്റെ ആക്ഷൻ വേഷങ്ങൾ നമ്മൾ രാജാവിൻ്റെ മകനിൽ തൊട്ട് തുടങ്ങി എമ്പുരാനിൽ വന്ന് നിൽക്കുമ്പോൾ മോഹൻലാലിൻ്റെ ആക്ഷൻ സിനിമകളുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ മോഹൻലാലിനെ അങ്ങനെ ഇഷ്ടപ്പെടുന്നത് സംഘടന രംഗങ്ങൾ കൊണ്ടോ തോക്കെടുക്കുന്നത് കൊണ്ടോ മാത്രമായിരുന്നില്ല. അത്തരം സിനിമകളിൽ അദ്ദേഹം പറയുന്ന പഞ്ച് ഡയലോഗുകളുടെ ഒരു ഡെലിവറി, ഒരു സ്റ്റൈല്, ഇതൊക്കെയായിരുന്നു. എമ്പുരാനിൽ എനിക്ക് തോന്നുന്നു ഒരു A4 ഷീറ്റിൽ എഴുതത്തക്ക പോലും ഇല്ല മോഹൻലാലിൻ്റെ ആകെയുള്ള ഡയലോഗുകൾ. അത്തരത്തിലുള്ള മുഹൂർത്തങ്ങളുടെ കുറവ്, ലൂസിഫറിൽ ഉണ്ടായിരുന്ന കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്നതിലെ ഒരു ആംഗിൾ ലൂസിഫറിനെ പോലെ ഈ സിനിമയിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. സിനിമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒട്ടേറെ കലാകാരന്മാരുടെ, ഒട്ടേറെ തൊഴിലാളികളുടെയൊക്കെ അന്നമാണ്. ഒരു സിനിമയും നമ്മൾ ഈകഴ്ത്തി പറയുവാനോ ആ വ്യവസായത്തെ താറടിച്ച് കാണിക്കുന്നതിനോ നമുക്ക് താല്പര്യമില്ല. പക്ഷേ സിനിമയെന്ന മാസ്മരിക ലോകം സ്വപ്നം കണ്ട് നടക്കുന്ന ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്കൊരബദ്ധം പറ്റിയാൽ നമുക്കതൊന്ന് സഹിക്കാം, ക്ഷമിക്കാം, പൊറുക്കാം. പക്ഷെ പാരമ്പര്യമുള്ളവർ കോടികൾ മുടക്കുമ്പോൾ അവർ എത്രത്തോളം ഇതിനെ ഗൗരവമായി കണ്ടു, പ്രേക്ഷകരോട് അതിൻ്റെ പ്രൊമോഷൻ പറയുമ്പോൾ എത്രത്തോളം നീതി പുലർത്തി എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. സിനിമയിൽ ചെറുപ്പക്കാർ, രാവിലത്തെ ഷോയിൽ ചെറുപ്പക്കാർ ഒന്നാം പകുതി വരെ വളരെ നിരാശരായിട്ടാണ് കണ്ടത്. കഥയുടെ ഒരു ഒഴുക്കിൻ്റെ പ്രശ്നം, വലിയ ആഴത്തിലുള്ള ലൂസിഫറിൽ കുടുംബം, രാഷ്ട്രീയം, അങ്ങനെ എല്ലാം കൂടെ ഇഴചേർന്നപ്പോൾ ഇതിൽ നമുക്ക് ഒരെത്തും പിടിയില്ല. അതൊരു കഥയില്ലായ്മയിൽ നിന്ന് അത് വലിയ ഫ്രെയിമിൽ കാണിക്കാൻ വേണ്ടി 2023 ഒക്ടോബർ 5 ഫരീദാബാദിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പം ഇത് വിവിധ ലോക രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി ക്യാമറ, ഫ്രെയിമിംഗ്, എഡിറ്റിംഗ്, അതൊക്കെ ഇംഗ്ലീഷ് സിനിമകളോട് കിടപടിക്കത്തക്കത് തന്നെയാണ്, തർക്കമില്ല. പക്ഷെ അതല്ലല്ലോ നമ്മളുടെ ഒരു സിനിമാ സങ്കല്പം. അല്ലെങ്കിൽ മോഹൻലാലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, പൃഥ്വിരാജിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതൊക്കെ അതുമാത്രമല്ലല്ലോ. അതിന് നമുക്ക് ഇംഗ്ലീഷ് സിനിമ കണ്ടാൽ മതി. ടേക്കിങ്സും ക്യാമറയുടെ അഭ്യാസങ്ങളും എഡിറ്റിങ്ങും ഡയലോഗ് ഡെലിവറി, BGM, ഇത് മാത്രം കാണാനാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സിനിമ കണ്ടാൽ മതി. മലയാള സിനിമയിൽ നിന്നും പ്രേക്ഷകർ, പ്രത്യേകിച്ച് മോഹൻലാലിൽ നിന്നും ആക്ഷൻ സിനിമയിൽ പ്രതീക്ഷിക്കുന്നത് അത് മാത്രമല്ല. അതിൻ്റെ ഒരു കുറവ് എമ്പുരാനിൽ സംഭവിച്ചിട്ടുണ്ട്.
മുരളി ഗോപിയുടെ തിരക്കഥയെക്കുറിച്ച് ആളുകൾക്ക് വലിയ പ്രതീക്ഷയാണ് സാധാരണ വെക്കുന്നത്. പൃഥ്വിരാജ് എന്ന സംവിധായകനെക്കുറിച്ചും ആർക്കും ഒട്ടും പ്രതീക്ഷ കുറവുണ്ടായിരുന്നില്ല. ഇത് ബഡ്ജറ്റ് പുറത്ത് പറയാത്തൊരു സിനിമ, ആദ്യമായിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് പുറത്ത് പറയാത്തൊരു സിനിമയെക്കുറിച്ച് കേൾക്കുന്നത്. പക്ഷേ ഇതിനകത്തിപ്പം വിവിധ രാജ്യങ്ങളിൽ പോയതുകൊണ്ട് അത്രത്തോളം സമയം ചെലവഴിക്കുകയോ അല്ലെങ്കിൽ അത്രത്തോളം ആർട്ടിസ്റ്റുകളെയും സന്നാഹങ്ങളെയും കൊണ്ടുപോകുന്നതിന് ചിലവായ തുകയായിരിക്കും. അത്രത്തോളം ഒരു ടെക്നോളജി ഒന്നും അല്ലെങ്കിൽ ചിലവഴിക്കത്തക്ക വലിയ ബ്രഹ്മാണ്ഡ സിനിമകളുടെ ബഡ്ജറ്റൊന്നും ഈ സിനിമയിൽ തോന്നുന്നില്ല. ക്യാമറ ചെയ്ത സുജിത് വാസു, എഡിറ്റിംഗ് അഖിലേഷ് മോഹൻ, അവരുടെയൊക്കെ പെർഫോമൻസ് ഒക്കെയാണ്. പക്ഷെ അവർക്ക് ഒരു കഥ കൊടുക്കണമല്ലോ. മുരളി ഗോപി എത്രത്തോളം അതിനെ ഈ ഇതൊരു സീരിയസ് ആണെന്നല്ലോ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ പാർട്ടിൻ്റെയും ട്രെയിലർ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു സീരിയസ് ആയിട്ടുള്ള ഇതിനെ എത്രത്തോളം രണ്ടാം ഘട്ടത്തെ മുരളി ഗോപി എത്രത്തോളം അല്ലെങ്കിൽ അതിൻ്റെ അണിയറ ശില്പികൾ എത്രത്തോളം അതിനെ ഗൗരവമായി സമീപിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. സംഗീത് ദീപക് ദേവ് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. BGM പാട്ടുകൾ നമ്മുടെ തനത് ന്യൂ ജനറേഷൻ സിനിമയിലെ പാട്ടുകൾ, അതിന് പ്രത്യേക BGM ആണല്ലോ സാധാരണ ശ്രദ്ധിക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് ആക്ഷൻ സിനിമകളിൽ. പ്രത്യേകം എടുത്തു പറയത്തക്ക ഒരു ഇമ്പാക്റ്റും BGM ലെവലിൽ ഇല്ല. അഭിമന്യു സിംഗ്, ടോവിനോ, മഞ്ജു വാര്യർ, ഇന്ദ്രജിത് സുകുമാർ, സുരാജ് വെഞ്ഞാറമ്മോട്, ഒരു ഫ്രഞ്ച് നടനായ എരി എബൌണി, നിഖാത് ഖാൻ, ബൈജു, സച്ചിൻ ഖദേക്കർ, മണിക്കുട്ടൻ വരെയുള്ള വലിയ താരനിരകളുണ്ട്. പക്ഷേ സായ്കുമാർ ഒക്കെയുണ്ട്, ലൂസിഫറിൽ അവരെല്ലാവരും ഉണ്ട്. പക്ഷേ കഥയുടെ കെട്ടുറപ്പില്ലായ്മ, നല്ല സിനിമകൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ കാണിക്കുന്ന ആക്ഷനും ടെക്നോളജിയും കാണാൻ ആളുകൾക്ക് ഇഷ്ടമുണ്ട്, സിനിമ അങ്ങനെ കാണുകയും ചെയ്യും. പക്ഷേ അതിനകത്തും മത്സരത്തിലാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വെച്ചതുപോലുള്ള ഒരു പ്രതീക്ഷ കൊടുക്കാതെ വരുമ്പോൾ പ്രേക്ഷകൻ്റെ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും. മോഹൻലാലിൻ്റെ ഇൻട്രോ ഹെലികോപ്റ്ററിൽ നിന്നാണെങ്കിൽ മുകളിൽ നിന്നാണെങ്കിൽ സംവിധായകൻ ഓട് പൊളിച്ച് താപ്പോട്ട് കയറിൽ തൂങ്ങി ഇറങ്ങുന്നു. ഇതൊക്കെയുള്ളൂ പ്രത്യേകതകൾ. മൊത്തത്തിൽ എമ്പുരാൻ ഒരു നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇനി ഇത്തരത്തിലുള്ള ടെക്നോളജികളെല്ലാം മികച്ചു നിൽക്കുന്നത് കൊണ്ട് ഓരോ പ്രേക്ഷകനും ഓരോ തരത്തിൽ സിനിമ വിലയിരുത്താം, കാണാം. സിനിമ ഒരു വലിയ വ്യവസായമാണെന്ന് നമ്മൾ എപ്പോഴും ഓർക്കുകയും വേണം.